നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് ഗോത തയ്യാറാവുകയാണ്. മത്സരാർത്ഥികളെയൊക്കെ ഗോതയിലേക്ക് ഇറക്കാനുള്ള ചർച്ചകളിലൊക്കെയാണ് മുന്നണികൾ പാർട്ടികളൊക്കെ ആയിരിക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് തന്നെ സണ്ണി ജോസഫിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ഇതിനുള്ള അനുവാദം നൽകിയിരിക്കുകയാണ്. സണ്ണി ജോസഫ് നന്നായി ജോലി ചെയ്യുന്നുണ്ട്, അദ്ദേഹം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് സംവിധാനങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ടതില്ല എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് പകരം ചുമതല വേണ്ടതില്ല എന്ന നിലപാടിലേക്ക് AICC എത്തി. ഇതോടെ സണ്ണി ജോസഫിന്റെ നേതൃത്വം അത്തരത്തിലൊരു അനുവാദം നൽകുകയായിരുന്നു. ദില്ലിയിലേക്ക് സണ്ണി ജോസഫിനെ വിളിപ്പിച്ചിരുന്നു. മാത്രമല്ല അവിടെ വെച്ച് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ നേതൃത്വം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. സണ്ണി ജോസഫ് മത്സരിക്കുമ്പോൾ പുതിയ ആൾ ആ പദവിയിലേക്ക് വരില്ല. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കാമെന്ന തരത്തിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. പകരം വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ആരെങ്കിലും താൽക്കാലികമായി ചുമതല ഏൽപ്പിക്കും. അതായത് ഒരു താൽക്കാലിക ചുമതല, അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന് ജയിച്ചാൽ അതിനനുസരിച്ച് മറ്റ് തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരിൽ വിഷ്ണുനാഥും അനിൽകുമാറും മത്സര രംഗത്തുണ്ടെങ്കിൽ ഷാഫി പറമ്പിലാകും KPCC പ്രസിഡന്റ് താൽക്കാലിക വർക്കിംഗ് പ്രസിഡന്റായിട്ട് ആ സ്ഥാനത്തേക്ക് വരിക. എന്തായാലും ആരായിരിക്കും ആ സ്ഥാനത്തേക്ക് വരിക എന്നത് ഒരു ചോദ്യമാണ്. പകരക്കാരിൽ ചർച്ച തുടങ്ങിയപ്പോൾ പലരും അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചു. തർക്കത്തിലേക്ക് പോകേണ്ട എന്ന ഒരു തലത്തിലേക്ക് ഒരു നിർദ്ദേശം AICC നൽകി. എന്തായാലും ഈ ഒരു ചർച്ച നടക്കുമ്പോൾ അതൊരു തർക്കത്തിലേക്ക് നയിക്കപ്പെടരുത് എന്ന ഒരു നിർദ്ദേശം AICC മുന്നോട്ട് വച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മറ്റ് ക്രമീകരണങ്ങൾ വേണമെങ്കിൽ ആലോചിക്കാമെന്നാണ് പാർട്ടി നിലവിലെടുത്തിരിക്കുന്ന നിലപാട്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയം എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഭാഗമായി മിസ്ത്രി നേതാക്കളെ കാണുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് MP മിസ്ത്രിയെ AICCയിൽ കണ്ടു. MPമാർ മത്സരിക്കേണ്ടെന്നതാണ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാടെന്ന് മധുസൂദനൻ മിസ്ത്രി പറഞ്ഞു. 40-നും 50-നും ഇടയിലുള്ള സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തി ആദ്യഘട്ടം പ്രഖ്യാപിക്കാനാണ് സാധ്യത. പ്രതിപക്ഷ നേതാവിന്റെ യാത്രയ്ക്കിടെയുള്ള പ്രഖ്യാപനം തർക്കങ്ങൾ ഉണ്ടാകാതെ കരുതലോടെ വേണമെന്ന നിർദ്ദേശം, തർക്കങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകട്ടെ എന്ന നിർദ്ദേശവും നിലവിൽ ഉയർന്നിട്ടുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനുള്ള ഒരു നീക്കമാണ് ഉണ്ടാകുന്നത്. ഇതിനിടെ KPCC അധ്യക്ഷനായിരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും മത്സരിക്കാൻ തയ്യാറാണ്. എന്തായാലും ഒരു തീരുമാനമെടുക്കേണ്ടത് ഉന്നതരാണ്. ആ തീരുമാനത്തിനനുസരിച്ചുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരും ദിവസങ്ങളുണ്ടാകും. എന്തായാലും KPCC പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് സണ്ണി ജോസഫിന് മത്സരിക്കാമെന്ന തീരുമാനം ഉന്നത തലത്തിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. പകരം വർക്കിംഗ് പ്രസിഡന്റായി, താൽക്കാലിക വർക്കിംഗ് പ്രസിഡന്റായിട്ട് ആ സ്ഥാനത്ത് ആര് വരും? ഷാഫി പറമ്പിലായിരിക്കുമോ അതോ മറ്റാരെങ്കിലും ആയിരിക്കുമോ എന്നതാണ് ചോദ്യം. അതേസമയം നമ്മളൊരു മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. K ബാബു മത്സരിക്കില്ല എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നു. K ബാബു മത്സരിക്കില്ല എന്ന് പറഞ്ഞതിനോട് പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആ വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. വിശദമായി നോക്കാം. കഴിഞ്ഞ നിയമസഭയിൽ പാർട്ടി പരാജയപ്പെട്ടപ്പോഴും സന്തോഷം നൽകിയ വിജയം K ബാബുവിൻ്റേതായിരുന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട ആ മനുഷ്യൻ്റെ വേദന നന്നായി അറിയാമെന്നും ആൾക്കൂട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് ആ ആൾക്കൂട്ടം തന്നെ ഒരു ട്രോമയായി മാറിയ സാഹചര്യം അത്യന്തം വേദനാജനകമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നുണ്ട്. എന്താണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത്? വിശദമായി തന്നെ നമുക്ക് നോക്കാം. ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ട വിഷമത്തിൽ നിൽക്കുമ്പോഴും വ്യക്തിപരമായി സന്തോഷം നൽകിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു തൃപ്പൂണിത്തറയിൽ ബാബു ചേട്ടൻ്റെ വിജയം. സംസ്ഥാനത്ത് ആകെ LDF ജയിച്ച തിരഞ്ഞെടുപ്പിൽ CPM ഏറ്റവും ആഘോഷിക്കുന്ന, അവർ സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് കരുതുന്ന സിറ്റിംഗ് MLA കൂടിയായ ശ്രീ M സ്വരാജിനെ ബാബുച്ചേട്ടൻ തോൽപ്പിച്ചു എന്നുള്ളതായിരുന്നില്ല എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. 2016 പരാജയപ്പെട്ട ദിവസം തൊട്ട് 2021 വരെയുള്ള ആ മനുഷ്യൻ്റെ ജീവിതത്തെ പറ്റി എനിക്ക് നല്ല ബോധ്യം ഉണ്ട്. അത് MLA അല്ലാത്തതിൻ്റെ അധികാര നഷ്ടബോധമല്ല, മറിച്ച് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയാണ് ആ മനുഷ്യനെ ബാധിച്ചത്. ആൾക്കൂട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് ആൾക്കൂട്ടം തന്നെ ഒരു ട്രോമയായി മാറി. ആരെങ്കിലും ഒന്ന് നോക്കിയാൽ അത് താൻ
താൻ ചെയ്യാത്ത തെറ്റിൽ തന്നെ ക്രൂശിക്കുകയാണോ എന്നുവരെ ആ മനുഷ്യന് തോന്നിയ കാലം. വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ആ മനുഷ്യനെ സജീവമാക്കാൻ ഉമ്മൻചാണ്ടി സാർ ഒരുപാട് പരിശ്രമിച്ചു. ഒടുവിൽ 2021 ബാബുച്ചേട്ടൻ വീണ്ടും മത്സരത്തിന് ഇറങ്ങിയപ്പോൾ ക്രൂരമായി അദ്ദേഹത്തെ വ്യക്തിപരമായി വേട്ടയാടിയിട്ടും തൃപ്പൂണിത്തുറ പോലെ ഒരു ഇടതുപക്ഷ മണ്ഡലത്തിൽ, ഒരു ഇടതു തരംഗത്തിൽ അവരന്ന് പ്രസംഗിച്ചതുപോലെ അവരുടെ മെസ്സിയെ തോൽപ്പിച്ച് ബാബുച്ചേട്ടൻ വീണ്ടും നിയമസഭയിലെത്തി. കള്ളൻ ബാബു എന്നും കോഴ ബാബു എന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ചും കുടുംബത്തെയും കൂട്ടുകാരെയും വരെ പൊതുവിചാരണ നടത്തിയും മാധ്യമങ്ങളുടെ താറടിച്ച് നടന്ന CPM അതിനുശേഷം 10 വർഷം അധികാരത്തിലിരുന്നിട്ടും അവർ ഉന്നയിച്ച ഒരൊറ്റ ആരോപണം പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതല്ലെങ്കിലും സത്യം മാത്രമല്ലേ ആത്യന്തികമായി ജയിക്കും. ഇന്ന് ബാബുച്ചേട്ടൻ വീണ്ടും അത്ഭുതമാവുകയാണ്. തനിക്ക് വീണ്ടും മത്സരിക്കാനും ജയിക്കാനും ഉറപ്പായും കഴിയുമെന്നിരിക്കെ താൻ ഇനി പാർലമെന്ററി രംഗത്തേക്ക് ഇല്ല എന്ന അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങേയറ്റം മാതൃകാപരമാണ്. ജനം പലകുറി തോൽപ്പിച്ചാൽ പോലും ഞാൻ കൂടി മത്സരിച്ചില്ലെങ്കിൽ ഈ നാട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തെറ്റിദ്ധരിക്കുന്ന പലർക്കും ബാബുച്ചേട്ടൻ മാതൃകയാണ്. മരിക്കുന്നത് ബോർഡ് വെച്ച കാറിലാകണമെന്ന് കരുതുന്നവരും ഇത് മാതൃകയാക്കണം. ചെറുപ്പക്കാരും മധ്യവയസ്കരും അവസരം കിട്ടാത്ത ജനകീയരായ മുതിർന്ന ആളുകളും അടക്കം പുതിയ ആളുകൾ വരട്ടെ എന്നത് ഒരു നല്ല ചിന്തയാണ്. ഏറ്റവും അനിവാര്യവരായ പാർട്ടി ഫേസായ പ്രധാന നേതാക്കൾ ഒഴികെ മറ്റു പലർക്കും ഇത്തവണ മാറി നിൽക്കണമെന്ന് ചിന്തിക്കാൻ തൃപ്പൂണിത്തറയിൽ ഏറ്റവും വിജയ സാധ്യതയുള്ള ബാബുച്ചേട്ടന്റെ പിന്മാറ്റം ആവേശം നൽകട്ടെ. ബാബുച്ചേട്ടൻ, നിങ്ങൾ അഴിമതിക്കാരനല്ല, തോറ്റുപോയവനുമല്ല എന്ന് കുറ്റബോധത്തോടെ ഇന്ന് ഈ നാട് പറയുന്നുണ്ട്. നിറയെ സ്നേഹം, അഭിമാനം എന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാതെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ചെയ്യാത്ത കുറ്റത്തിന് വേട്ടയാടപ്പെട്ട മനുഷ്യനാണ് കെ ബാബു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരോക്ഷമായി ഒക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ചില നേതാക്കന്മാർ അതായത് മാറി നിൽക്കാൻ തയ്യാറാകണം ഈ മത്സര രംഗത്ത് നിന്ന് എന്നൊരു കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ല എന്ന് കെ ബാബു MLA കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. താൻ മത്സരിക്കുന്നില്ലെങ്കിലും തൃപ്പൂണിത്തുറ മണ്ഡലം UDF നിലനിർത്തുമെന്നും മികച്ച സ്ഥാനാർത്ഥിയെ പാർട്ടി നേതൃത്വം പ്രഖ്യാപിക്കുമെന്നും കെ ബാബു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനും മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷനുമൊപ്പം DCC ഓഫീസിലെത്തിയായിരുന്നു കെ ബാബുവിന്റെ വാർത്താ സമ്മേളനം. ഇത്തവണ മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം നേരത്തെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നതായുള്ള വിവരവും പുറത്തുവന്നു. ഇപ്പോഴാണ് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഒരു പിൻഗാമിയെ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടില്ല. കാരണം പിൻഗാമിയെ നിർദ്ദേശിക്കാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് പോയി നോക്കൂ, വേറൊന്നും ശരിയായില്ല. 1991 തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥിയാകണമെന്ന് പറയാൻ വിളിച്ചപ്പോൾ AK ആന്റണി പറഞ്ഞ കാര്യങ്ങൾ കെ ബാബു ഓർത്തെടുത്തു. ഒന്ന് പോയി നോക്ക്, വേറൊന്നും ശരിയായില്ല എന്നായിരുന്നു AK ആന്റണി 1991 കെ ബാബുവിനോട് പറഞ്ഞത്. എന്നാൽ തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ തന്നെ കൈവിട്ടില്ലെന്നും 6 തവണ ജയിപ്പിച്ചെന്നും കെ ബാബു പറഞ്ഞു. എല്ലാ മേഖലയിൽ നിന്നും വലിയ പിന്തുണ പൊതുപ്രവർത്തന രംഗത്തുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും അല്ലാതിരുന്ന എന്നെ ഇവിടെ വരെ എത്തിച്ചതിൽ കോൺഗ്രസും തൃപ്പൂണിത്തുറയിലെ ജനങ്ങളും വലിയ പങ്ക് വഹിച്ചു. സാധാരണക്കാരനായിരുന്ന എന്നെ 1998 കോൺഗ്രസ് നേതൃത്വം തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിച്ചു. അന്ന് കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ച് ബാലികേറ മലയായിരുന്നു തൃപ്പൂണിത്തുറ. CPMന്റെ ഉറച്ച സീറ്റുകൾ ഒന്നായിരുന്നു. തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ എല്ലാ നിലയിലും വലിയ പിന്തുണ നൽകിയെന്നും കെ ബാബു പറഞ്ഞു. ഇക്കാലം അത്രയും വലിയ പിന്തുണയാണ് തനിക്ക് കിട്ടിയത്. 5 കൊല്ലം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായി. തൃപ്പൂണിത്തുറ ഇത്തവണ UDF പക്ഷത്ത് തന്നെ ഉണ്ടാകും. ഭരണമാറ്റം ഉറപ്പായ കാര്യമാണ്. പിഷാരടിയുടെ പേര് മാധ്യമങ്ങളിൽ വന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം എന്തെങ്കിലും വന്നതായിട്ട് തനിക്ക് അറിയില്ല. മാധ്യമങ്ങളിൽ വന്നു എന്ന് കരുതി പാർട്ടിയുടെ തീരുമാനമാകണമെന്നില്ലല്ലോ. പാർട്ടി നേതൃത്വം സംസാരിച്ചതായും തനിക്കറിയില്ല. കോൺഗ്രസുമായി നല്ല ബന്ധമുള്ള ആളാണ് പിഷാരടി. കലാകാരന്മാരിൽ കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമിൽ ധൈര്യപൂർവ്വം വരുന്ന ആളാണ് പിഷാരടി എന്നും കെ ബാബു വ്യക്തമാക്കി.